ADM നവീൻ ബാബുവിന്റെ മരണം അത് 2024 ഓഗസ്റ്റ് 15-നാണ്. അതൊരു കൊലപാതകമാണ് അല്ല എന്നും പറയുന്നു. എന്തായാലും പോലീസ് എടുത്ത കേസ് ആത്മഹത്യയാണ് എന്നാണ് ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ കൊണ്ട് അന്വേഷണം നിലച്ചതുപോലാണ്. പക്ഷെ ഇതൊരു കൊലപാതകത്തിന്റെ അംശത്തിലേക്ക്, കൊലപാതകമാകാനുള്ള സാധ്യത നിലനിൽക്കുമ്പം അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പോസ്റ്റ്മോർട്ടത്തിന് ചില അപാകതകളുണ്ട്, അത് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏതായാലും ഹൈക്കോടതിയിലെ ADMന്റെ ഭാര്യ മഞ്ജുഷ അപേക്ഷ കൊടുത്തു, അത് CBIക്ക് മാറണം. ആ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നടത്തി. വീട്ടുകാരുടെ സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റ് നടത്തി. വീട്ടുകാരുടെ പ്രസൻസ് ഇല്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തി. അപ്പം വളരെ താല്പര്യമുള്ള രീതിയിൽ സർക്കാർ പെരുമാറി, അല്ലെങ്കിൽ അവിടുത്തെ ഇടതുപക്ഷ നേതൃത്വം പറഞ്ഞതുപോലെ തന്നെ പോലീസ് പെരുമാറി എന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. ഈ ഒരു സംഭവത്തിന്റെ അന്വേഷണം CBI വന്നെങ്കിലേ അതിന് ശരിയായ ദിശയിൽ അന്വേഷിക്കാൻ കഴിയുള്ളൂ എന്നായിരുന്നു പൊതുവായിട്ടുള്ള വാദഗതികൾ. അതുകൊണ്ടാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ പോയത്. അന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണം. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരട്ടെ. ഏതായാലും ഹൈക്കോടതിയിലെ കൗസർ ഇടപ്പത്താണ് ഈ പെറ്റീഷൻ പരിഹരിച്ചത്, അത് തീർപ്പാക്കി. ഇന്ന് അദ്ദേഹം പറഞ്ഞത്, ലോക്കൽ പോലീസ് ഇപ്പം അന്വേഷിക്കുന്ന ടീമിലെ അവിശ്വാസമാണെങ്കിൽ ഒരു ഹയർ ആയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ, ഒരു DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നേരിട്ട് അന്വേഷിക്കട്ടെ. അങ്ങനെയാണ് ആ ഉത്തരവ് വന്നത്. ഇതിന് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ മതിയായ തെളിവുകൾ ഇപ്പം തന്നെ സംജാതമായിട്ടില്ല എന്നുള്ളൊരർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഇപ്പോഴ് ലോക്കൽ പോലീസ് അന്വേഷിച്ചതിൽ കൂടുതൽ എന്തെങ്കിലും പുരോഗതിയോ അല്ലെങ്കിൽ ADMന്റെ വീട്ടുകാരോ ADMനെ സഹായിക്കുന്നവരോ പറഞ്ഞ വാദഗതികൾ ആ DIG പരിശോധിക്കട്ടെ. അത് തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതിയിലോട്ട് പോകണം. പിന്നീടാണ് CBIക്ക് കൊടുക്കുമ്പോൾ പരിഗണന എടുക്കുന്നത്. കാരണം ഇപ്പം ADMന്റെ മരണത്തിൻ്റെ കാരണം അത് ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും കൈക്കൂലിയുടെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ചില നീക്കങ്ങളും സംശയകരമായി തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം. അത് DIGയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ പ്രത്യേക സംഘം, ആ സംഘത്തിന്റെ അഭിപ്രായം വരട്ടെ, അവരെ അന്വേഷിക്കട്ടെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഏതായാലും കൗസർ ഇടപ്പഴകത്ത് അദ്ദേഹത്തിന്റെ ജസ്റ്റിസിന്റെ അഭിപ്രായത്തോട് യോജിക്കും. ഞാൻ അതേ രീതിയിലുള്ളൊരു അഭിപ്രായം തന്നെയാണ് നേരത്തെ പറഞ്ഞു വെച്ചത്. കാരണം ഇപ്പോഴത്തെ മാറ്റർ ആണെന്നുള്ള ഒരു കോൺക്രീറ്റ് എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഹൈക്കോടതി CBIക്ക് ഉടനെ കൊടുക്കില്ല. ഇപ്പം അന്വേഷണ സംഘത്തെ വിശ്വാസമില്ലെങ്കിൽ ഇപ്പോൾ ഒരു DIGയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കട്ടെ, ആ അന്വേഷണം വരട്ടെ. അപ്പം അതുകൊണ്ട് അതിന് കാര്യമായ പുരോഗതിയില്ല. ഇതേ ലോക്കൽ പോലീസിന്റെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു ട്രാക്കിൽ കൂടെയാണ് അവർ സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം മാറ്റേണ്ടി വരും. ഏതായാലും ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുക്കണമെന്നായിരുന്നു ഞാൻ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ആ അന്വേഷണ സംഘത്തിലെ ഒരാളും ഈ കേസിന്റെ പുതിയ അന്വേഷണ സംഘത്തിൽ കാണാൻ പാടില്ല. അതൊരു SHO മാത്രമാണ് അന്വേഷിച്ചത്. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ഒട്ടും തൃപ്തിയില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പോലീസുകാരും ആരും ഈ പുതിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകരുത്. DIG പ്രത്യേകമായി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏത് DYSPക്കും ഈ അന്വേഷണം ഏൽപ്പിക്കാം. അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഏത് പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ സംഘത്തിലോട്ട് ചേർക്കാം. അതുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞതുപോലെ ഒരു DIGയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കട്ടെ. അതിനുശേഷം അത് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ ADMന്റെ വീട്ടുകാർക്ക് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാം. അപ്പം നീതി ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.